കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാഗിനി യോഗിനിയുടെ രൂപത്തിലാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് 514 മുതൽ 541 വരെയുള്ള നാമങ്ങൾ ദേവിയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന് നോക്കാം. 106-ാം ശ്ലോകം. മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത. മൂലാധാരാംബുജാരൂഢ, മൂലാധാര ചക്രത്തിലുള്ള 4 ദളങ്ങളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് ഇവിടെ പറയുന്നു. ഗുദത്തിനും ലിംഗത്തിനും നടുവിലായി സുഷുമ്നാ നാഡിയുടെ അഗ്രത്തിൽ ഉള്ളതാണ് മൂലാധാര ചക്രം. ജഗദംബിക ആ പത്മത്തിൻ്റെ കർണികയിൽ സാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് വിശേഷിപ്പിക്കുന്നു. കുണ്ടലിനി രൂപത്തിൽ പരാശക്തി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. ഷഡാധാരങ്ങളിൽ ഏറ്റവും താഴെ മറ്റ് ആധാരങ്ങൾക്ക് മൂലമായിട്ടുള്ളതിനാൽ ഇതിനെ മൂലാധാരമെന്ന് പറയുന്നു. പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത, ഇത് പഞ്ചവക്ത്ര എന്നും അസ്ഥി സംസ്ഥിത എന്നും വേണം മനസ്സിലാക്കാൻ. പഞ്ചവക്ത്രം എന്നാൽ 5 മുഖങ്ങളുള്ളവൾ എന്ന് വിശേഷണം. മൂലാധാരം പൃഥ്വീതത്വമാണ്. പൃഥ്വീതത്വത്തിൽ അതിന് കാരണമായ മറ്റ് 4 തത്വങ്ങളും അടങ്ങിയിരിക്കുന്നു. അതിനാൽ സാഗിനി യോഗിനിക്ക് 5 മുഖങ്ങളുള്ളതായി പറയുന്നു. അസ്ഥി സംസ്ഥിത, അസ്ഥിധാതുവിൽ വസിക്കുന്നവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. അങ്കുശാദി പ്രഹരണ, അങ്കുശം മുതലായ ആയുധങ്ങൾ ധരിച്ചവളാണ് ദേവി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ആനയുടെ തോട്ടിയാണ് അങ്കുശമെന്ന് നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടതാണ്. 4 കൈകളിൽ ഒന്നിൽ അങ്കുശവും മറ്റ് 3 എണ്ണത്തിൽ ജ്ഞാനമുദ്ര, താമര, പുസ്തകം എന്നിവയും ദേവി ധരിച്ചിരിക്കുന്നു. താമര മനഃശാന്തിയെയും ജ്ഞാനമുദ്രയും പുസ്തകവും അജ്ഞാനത്തെ ഇല്ലാതാക്കി വിദ്യ പ്രദാനം ചെയ്യുന്നതിനെയും പ്രതിനിധാനം ചെയ്യുന്നു. വരദാദി നിഷേവിത, വരദ തുടങ്ങിയ ശക്തികളാൽ സേവിക്കപ്പെടുന്നവളെന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി എന്നാണ് അവരുടെ പേര്. 107-ാം ശ്ലോകം. മുദ്ഗൗദനാസക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷഡാനന. മുദ്ഗൗദനാസക്ത ചിത്ത, മുദ്ഗൗദനത്തിൽ അതായത് ചെറുപയർ പരിപ്പ് ചേർത്ത അന്നത്തിൽ വളരെ ആസക്തിയുള്ളവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ പറയുന്നു. ഇത് പാചകം ചെയ്യേണ്ട രീതിയായി പറയുന്നത് ഇപ്രകാരമാണ്: അരി 32 നാഴി, ചെറുപയർ 16 നാഴി, ശർക്കര 8 നാഴി, നാളികേരം ചിരകിയത് 8 നാഴി, കുരുമുളക് 2 നാഴി, ഇന്ദുപ്പ് 1 നാഴി, ജീരകം 1/2 നാഴി എന്നിവ പശുവിൻ പാലിൽ ഇളം ചൂടിൽ വേവിക്കുക. ഈ നൈവേദ്യം ദേവിക്ക് വളരെ പ്രിയമാണ്. സാകിന്യംബാ സ്വരൂപിണി, സാഗിനി യോഗിനിയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ആജ്ഞാചക്രാബ്ജ നിലയ, 2 ദളങ്ങളുള്ള താമരയായ ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവളാണ് ദേവിയെന്ന് ഈ നാമം വിശേഷിപ്പിക്കുന്നു. 2 പുരികങ്ങളുടെയും നടുവിലാണ് ആജ്ഞാചക്രം. ഹംസവതി, ക്ഷമാവതി എന്നീ ദേവതകളുടെ ശക്തികളുടെ അകമ്പടിയോടെ ഹാഗിനി എന്ന പേരോടെ ദേവി ആജ്ഞാചക്രത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നു. 489-ാം നാമത്തിൽ നമ്മൾ ദേവിയെ അക്ഷമാലാധിധര എന്ന് വിശേഷിപ്പിച്ചതായി കണ്ടു. അതിനർത്ഥം ആ മുതൽ ക്ഷ വരെയുള്ള 51 അക്ഷരങ്ങളെ ഒരു മാലയായി ധരിച്ചിരിക്കുന്നവൾ എന്നാണ് എന്നും കണ്ടു. ഇവിടെ 491 മുതലുള്ള നാമങ്ങളിൽ കുറേ ദേവതമാരുടെ അതായത് ശക്തികളുടെ പേരുകൾ നമ്മൾ കണ്ടു. അവയെല്ലാം തന്നെ ക മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്നവയായിരുന്നു. കാളരാത്രി, ഖണ്ഡിത, ഗായത്രി, ഖണ്ഡാകർഷിണി, ങ്ങാർണ, ചണ്ഡ, ഛായ, ജയ, ഝകാരിണി, ജ്ഞാനരൂപ, ടങ്കഹസ്ത, ടങ്കാരിണി, ഡാമരി, ഢങ്കാരിണി, നാർണ, താമസി, സ്ഥാണ്വി, ദാക്ഷായിണി, ധാത്രി, നാരി, പാർവതി, ഫട്കാരിണി, ബന്ദിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രക്ത, ലംബോഷ്ഠി, വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി, ഹംസവതി,
ക്ഷമാവതി എന്നിവരുടെ നാമങ്ങളും കാ മുതൽ ക്ഷ വരെയുള്ളതാണല്ലോ. ശുക്ലവർണ്ണ ദേവി സത്വരജ തമോ ഗുണങ്ങളുടെ ഉറവിടമാണ്. ശുക്ലവർണ്ണം സത്വഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നു. വെളുത്ത നിറത്തിലുള്ളവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ഷഡാനന 6 മുഖങ്ങളോട് കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. ആജ്ഞാചക്രം മനസ്സിൻ്റെ സ്ഥാനമാണ്. പഞ്ചഭൂതങ്ങളുടെ ശക്തിയും മനസ്സിൻ്റെ ശക്തിയും ദൃശ്യമാക്കുവാൻ വേണ്ടി 6 മുഖങ്ങൾ ഹാഗിനി ദേവിക്കുണ്ട്. 108 ശ്ലോകം. മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാന്യൈകരസിക ഹാകിനി രൂപധാരിണി. മജ്ജാസംസ്ഥ അസ്ഥിക്കകത്തുള്ള മജ്ജാധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഹംസവതി മുഖ്യശക്തി സമന്വിത. ഹംസവതി മുതലായ ശക്തികളോട് കൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഹംസവതിയും ക്ഷമാവതിയും ആജ്ഞാചക്രത്തിൻ്റെ 2 ദളങ്ങളിൽ സ്ഥിതി ചെയ്ത് ഹാഗിനി രൂപത്തിലുള്ള ദേവിയെ സേവിക്കുന്നു. മധ്യ കർണികയിൽ ഹാഗിനി സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയുന്നു. ഹരിദ്രാന്നൈക രസിക. മഞ്ഞൾപ്പൊടി ചേർത്ത അന്നമാണ് ഹരിദ്രാന്നം. ഹരിദ്രാന്നത്തിൽ വളരെ പ്രിയമുള്ളവളാണ് ദേവിയെന്ന് പറയുന്നു. ഹാകിനി രൂപധാരിണി. ദേവി ലളിതാംബികയ്ക്ക് ഹാഗിനി യോഗിനിയുടെ രൂപമാണ് എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. 109 ശ്ലോകം. സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി. സഹസ്രദളപത്മസ്ഥ. ദേവി സഹസ്രദളപത്മത്തിൽ ആസനസ്ഥയായവളാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മരന്ധ്രത്തിലെ 1000 ദളങ്ങളോടുകൂടിയ താമരപ്പൂ പോലെയുള്ളതാണ് സഹസ്രാരചക്രം. അതിൽ സ്ഥിതി ചെയ്യുന്ന യാഗിനി ദേവിയാണ് ശ്രീ ലളിതാംബിക എന്ന് വിശേഷിപ്പിക്കുന്നു. സർവവർണോപശോഭിത. ഈ നാമത്തിന് എല്ലാ നിറങ്ങളുടെയും ശോഭയുള്ളവൾ, എല്ലാ അക്ഷരങ്ങളോടും കൂടിയവൾ, ശോഭിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം കാണാം. മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള ചക്രങ്ങളിലെ യോഗിനികളുടെ നിറം 1 മാത്രമേയുള്ളൂ. എന്നാൽ സഹസ്രാരത്തിലെ യാഗിനി ദേവിക്ക് കറുപ്പ്, വെളുപ്പ്, മഞ്ഞ, രക്തവർണം, പാടലം തുടങ്ങിയ എല്ലാ വർണ്ണങ്ങളിലും ദൃശ്യമാകാം എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവി സർവവർണോപശോഭിത. ഉപാസകന്മാർ ഇഷ്ടദേവതമാരെ ആരാധിക്കുന്നത് ആ ദേവതയുടെ ബീജാക്ഷരങ്ങളാലാണ്. അതാത് അക്ഷരത്തിൻ്റെ ദേവത അതാത് ദേവതയുടെ നിറത്തിൽ കാണാം. അതുകൊണ്ട് അക്ഷരത്തിന് വർണ്ണമെന്ന് പേര് വന്നു. അതുകൊണ്ടും ദേവി സർവവർണോപശോഭിത. സർവായുധധര. എല്ലാവരുടെയും ആയുധങ്ങൾ ധരിച്ചവളാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്നു. ദേവിയിൽ എല്ലാ ദേവന്മാരുടെയും ശക്തികൾ അടങ്ങിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ആയുധങ്ങളാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ദേവി എല്ലാ ആയുധങ്ങളും ധരിച്ചവളായി. ശുക്ലസംസ്ഥിത. ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. താരക ബ്രഹ്മരൂപിണി എന്നും ഈ നാമത്തിന് അർത്ഥം കാണുന്നു. ശുക്ലം എന്നതിന് ഒരു ധ്യാനം എന്നും അർത്ഥം ഉണ്ട്. താരക ബ്രഹ്മരൂപേണയുള്ള ഒരു ധ്യാനമാണിത്. സർവതോമുഖി. എല്ലാ ദിക്കുകളിലേക്കും മുഖമുള്ളവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. 110 ശ്ലോകം. സർവൗദനപ്രീതചിത്താ യാഗിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ. സർവൗദന പ്രീതചിത്ത. എല്ലാത്തരം അന്നങ്ങളിലും സന്തോഷിക്കുന്നവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഓരോ യോഗിനിമാർക്കും ഇന്ന ഇന്ന അന്നങ്ങൾ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു. എന്നാൽ യാഗിനി സ്വരൂപിണിയായ ദേവിക്ക് എന്ത് നൈവേദ്യമായാലും ഇഷ്ടമാണെന്ന് പറയുന്നു. യാഗിന്യംബാ സ്വരൂപിണി. യാഗിനി എന്ന യോഗിനിയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാഹാ സ്വധാമതിർമേധ. ഇതിനെ സ്വാഹ, സ്വധ, അമതി, മേധ എന്ന് പിരിച്ചു വേണം മനസ്സിലാക്കാൻ. സ്വാഹ
സ്വാഹ എന്ന പദത്തിന് ഇഷ്ടദേവതയെ വഴി പോലെ വിളിക്കുവാൻ ഉപയോഗിക്കുന്നതെന്തോ അത് എന്ന് അർത്ഥം പറയുന്നു. ദേവന്മാർക്ക് ഹോമം ചെയ്യുമ്പോൾ ഓം എന്ന മന്ത്രത്തിൽ ആരംഭിച്ച് സ്വാഹ എന്നതിൽ അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള സ്വാഹാരൂപിണിയാണ് ദേവിയെന്ന് ഇവിടെ അർത്ഥം വരുന്നു. ഉദ്ദിഷ്ടമായ ദേവന്മാരെ ഗമിക്കുന്നത് എന്നും സ്വാഹ എന്ന പദത്തിന് അർത്ഥമുണ്ട്. സ്വാഹ, സ്വധ, ശ്രൗഷട്ട്, വൗഷട്ട്, വഷട്ട് എന്നീ മന്ത്രങ്ങൾ ദേവന്മാർക്ക് ആഹുതി അർപ്പിക്കുമ്പോൾ ജപിക്കുന്ന മന്ത്രങ്ങളാണ്. അതുകൊണ്ട് സ്വാഹ, സ്വധ എന്ന മന്ത്രങ്ങൾ ദേവിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വധ പിതൃദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഹോമം, തർപ്പണം എന്നിവയ്ക്കുള്ള മന്ത്രത്തിൻ്റെ അവസാനം സ്വധ എന്ന് പറയുന്നു. അതിനാൽ പിതൃക്കളുടെ തൃപ്തിക്കു വേണ്ടി ഉച്ചരിക്കപ്പെടുന്നവൾ എന്ന ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അമതി ദേവിയെ വിദ്യ അവിദ്യാ സ്വരൂപിണിയെന്ന് വിശേഷിപ്പിച്ചതായി നമ്മൾ കണ്ടിരുന്നു. അമതി എന്നാൽ അവിദ്യ എന്നാണ് അർത്ഥം. അതായത് ദേവി അവിദ്യയായവൾ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. മേധ ഈ പദത്തിന് ബുദ്ധിരൂപമായവൾ, അവ്യക്തത്തിന് ശേഷമുള്ള സൃഷ്ടി, കാശ്മീരിൽ ആരാധിക്കുന്ന ഒരു ദേവി എന്നൊക്കെ അർത്ഥം കാണുന്നു. കാര്യങ്ങൾ ഓർമ്മ വയ്ക്കാനുള്ള ശക്തിയെ മേധ എന്ന് പറയുന്നു. അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. ദേവി ധാരണാശക്തിയായി എല്ലാവരിലും കുടികൊള്ളുന്നു എന്ന് പറയുന്നു. എല്ലാ വിദ്യകളും അറിയുന്ന സർവജ്ഞയായ ദേവിയെ സരസ്വതീ ദേവിയായി നാം ആരാധിക്കുന്നു. പത്മപുരാണത്തിൽ ദേവീസ്ഥാനങ്ങൾ പറയുന്ന സ്ഥലത്ത് മേധാ കാശ്മീര മണ്ഡലേ എന്ന് പറയുന്നുണ്ട്. കാശ്മീരിൽ മേധാശക്തി രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നു അത്രേ. ശ്രുതിസ്മൃതിരനുത്തമ. ശ്രുതിസ്മൃതിരനുത്തമ എന്നത് 3 നാമങ്ങളായിട്ട് മനസ്സിലാക്കണം. ശ്രുതി, സ്മൃതി, അനുത്തമ എന്ന്. ശ്രുതി ദേവിയെ ശ്രുതിയായി ദൃശ്യമായവളെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. വേദങ്ങൾ, വേദാന്തങ്ങൾ എന്നീ വിദ്യകളെയെല്ലാം ശ്രുതി എന്ന് പറയുന്നു. ദേവിയുടെ ശക്തി തന്നെയാണ് ഇവ. ഗ്രന്ഥം നോക്കി പഠിക്കേണ്ടവയല്ല, മറിച്ച് ഗുരുമുഖത്ത് നിന്ന് കേട്ട് സ്വരത്തോടുകൂടി പഠിക്കേണ്ടവയാണ്. സ്മൃതി ദേവി സ്മൃതിരൂപമാണ് എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. ദുർഗാ സപ്തശതിയിൽ ദേവിയെ സ്മൃതിരൂപേണ സംസ്ഥിത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വർത്തമാനത്തിലും നടന്നതും വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദേവിക്കറിയാം. അതുകൊണ്ട് സ്മൃതിരൂപമാണ് ദേവി. അനുത്തമ ഏറ്റവും ഉത്തമമായവളാണ് ദേവിയെന്ന് ഈ നാമം പറയുന്നു. അന്യരുടെ പ്രേരണയില്ലാത്ത ബുദ്ധിയുള്ളവൾ, ഐശ്വര്യവതി എന്നൊക്കെയും അർത്ഥം കാണുന്നുണ്ട്. ദേവിക്ക് തുല്യരായോ ദേവിയേക്കാൾ മേലെയായോ ആരുമില്ല എന്ന് നാം മനസ്സിലാക്കിയതാണ്. പരമാത്മാവ് തന്നെയാണ് പരബ്രഹ്മസ്വരൂപിണിയായ ദേവി. അതുകൊണ്ട് ദേവി അനുത്തമയാകുന്നു. ഇതോടെ ലളിതാ സഹസ്രനാമത്തിലെ 110 ശ്ലോകങ്ങളും 541 നാമങ്ങളും കഴിഞ്ഞു. ഇന്നത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ചെല്ലാം. മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗദനാസക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷഡാനന മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തിസമന്വിത ഹരിദ്രാന്യൈകരസിക ഹാകിനി രൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി സർവൗദനപ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ. കൂടുതൽ നാമങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.